ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ SBM ബാങ്കിൻ്റെ സെറ്റ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ SBM ബാങ്കിൻ്റെ സെറ്റ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറയേണ്ടെന്ന് വിചാരിക്കുന്നു. സ്പെഷ്യലി ഇതൊരു FD ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങൾക്ക് നോർമൽ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് സിവിൽ സ്കോർ കുറവാണ്, അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണിത്. അതായത് നമ്മളൊരു FD ഇട്ടിട്ട് അതിൻ്റെ ബേസിൽ നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് കിട്ടും. അപ്പോൾ നമ്മൾ എത്രയാണ് FD ഇടുക അതിൻ്റെ 90% നമുക്ക് കിട്ടുക. ഇത് ആക്ച്വലി ലൈഫ് ടൈം ക്രെഡിറ്റ് കാർഡാണ്. SBM ബാങ്കായിട്ട് ടൈപ്പ് ചെയ്തിട്ട് സെറ്റ് ആപ്പും കൂടിയിട്ട് ടൈപ്പ് ചെയ്ത് ഇറക്കുന്ന ഒരു കാർഡാണ്. SBM ബാങ്കായിരിക്കും ഒരു ഫോറിൻ ബാങ്കാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവരും കൂടി ടൈപ്പ് ചെയ്ത് ഇറക്കുന്ന ഒരു കാർഡാണ് സംഭവം. അത് മാത്രമല്ല, നമുക്ക് ഇത്രയും ഇപ്പോൾ ആക്ച്വലി നമുക്ക് നിങ്ങളൊരു SBM ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മിനിമം എമൗണ്ട് 2000 രൂപ മതി. 2000 രൂപ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ FD ഇട്ടിട്ട് നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് കിട്ടും. ഞാൻ നോർമലി 2000 രൂപയ്ക്ക് FD ഇട്ടിട്ട് എടുക്കാനൊന്നും റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ നമുക്ക് സിവിൽ സ്കോറൊക്കെ അത്യാവശ്യം ജനറേറ്റ് അല്ലെങ്കിൽ മെച്ചപ്പെട്ട് വരണമെങ്കിൽ നമ്മുടെ ടോട്ടൽ എമൗണ്ടിൻ്റെ ഒരു 30% അല്ലെങ്കിൽ 30% താഴെയൊക്കെ യൂസ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ 20,000 2000 എന്ന് പറയുമ്പോൾ അതിൻ്റെ 90% മാത്രമേ ലിമിറ്റും കിട്ടുള്ളൂ. അപ്പോൾ അത്ര തന്നെ ഭയങ്കര ലിമിറ്റ്, അപ്പോൾ തന്നെ ലിമിറ്റ് ഭയങ്കര കുറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെറിയ അത്രയും ആ 2000-ൻ്റെ 30% താഴെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. എന്താ വെച്ചാൽ ഇത് ആക്ച്വലി നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ ഈ 2000 രൂപ എമൗണ്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൊല്ലം കഴിയുമ്പോൾ അത് 7% ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ അത്യാവശ്യം നിങ്ങളൊരു ഒരു മിനിമം ഒരു 50,000 ഇടുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇത് ഇങ്ങനെ സിബിൽ സ്കോർ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യാം. ഒരു കൊല്ലം കഴിയുമ്പോൾ നമുക്ക് 7% ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും ചെയ്യും. 50,000 രൂപ 7% ഇൻട്രസ്റ്റ് ആയിട്ടും കൂടിയിട്ട് കിട്ടും, നമുക്ക് കിട്ടും ചെയ്യും. അതൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ള സ്ഥിരമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ FD ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു മിനിമം ഒരു 10,000 എമൗണ്ടെങ്കിലും ഇട്ടിട്ട് എടുക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ കുറേ പേര് പക്ഷേ ഈ മിക്കവാറും സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് 10,000 രൂപ അറേഞ്ച് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ 2000 രൂപയുടെ അവർ എന്ന് വെച്ചാൽ ഇത്രയും കാലം അവർ ആദ്യം തുടങ്ങിയപ്പോൾ 2000 ആയിരുന്നു, പിന്നെ അവർ 5000 ആക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ അവർ 10,000 ആക്കിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ആദ്യം 2000 ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ കാരണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ 2000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി SBM ബാങ്കിൻ്റെ സെറ്റ് FD ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സെറ്റ് ആപ്പിൻ്റെ ലിങ്ക് തന്നെയാണ്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂവും ചെയ്യാം, ajnb.banksupport.in. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ലേണേഴ്സ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മുടെ IDFC വാവിൻ്റെ അതിൻ്റെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു FD കാർഡ്. പക്ഷേ അത് ഫ്രീ കാർഡല്ല. IDFC വാവ് ബ്ലാക്ക് കാർഡാണ് ഒരു വാവ് കാർഡിൻ്റെ കാർഡ്. സൂപ്പറാണ്, പക്ഷേ ഫ്രീ കാർഡല്ല കേട്ടോ. അപ്പോൾ ഫ്രീ കാർഡ് ഉള്ളവർ അത് നോക്കണ്ട. പിന്നെ നിങ്ങൾ ഈ FD കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 6 മാസമെങ്കിലും ഉപയോഗിക്കുക. അതിന് മുമ്പ് ക്ലോസ് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർ അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടൊക്കെ തരുള്ളൂ. അപ്പോൾ നഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ FD ഇട്ടതിന് 7% കിട്ടുന്നതിന് പരമുള്ള സാധനം കുറച്ച് കട്ടായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ മിനിമം എങ്കിലും 6 മാസം ഉപയോഗിക്കുക. നോർമൽ മെച്യൂരിറ്റി പീരീഡ് 1 year ആണ് കേട്ടോ. പിന്നെന്താ, കുറേ പേര് ഇതിന് കുറേ സംശയമായിട്ട് വരാറുള്ളതാണ്. അപ്പോൾ SBM ബാങ്ക് വിശ്വസിക്കാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ SBM ബാങ്ക് ആക്ച്വലി RBIയുടെ അണ്ടറിൽ വരുന്ന ഒരു നോർമൽ ബാങ്ക് തന്നെയാണ് ഇന്ത്യയിൽ. ഇവിടെ നമുക്ക് ബ്രാഞ്ച് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ ചെന്നൈയിലാണ് ഉണ്ടെന്നുണ്ട്. ഒരു 10-16 സ്ഥലത്താണ് ഇപ്പോൾ ആക്ച്വലി ബ്രാഞ്ച് ഉള്ളൂ. അവർ കേരളത്തിലേക്കും നമ്മളെന്താ പറയുക ബ്രാഞ്ചസ് എല്ലാം എന്താ പറയുക ഓപ്പൺ ചെയ്യുന്നുണ്ടെന്നാണ് ന്യൂസ് കാണാനൊക്കെ കണ്ടത്. എപ്പോൾ വരുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. മിക്കവാറും കൊച്ചിയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ് എന്നാണ് അവൻ്റെ പേര് കേട്ടോ. സാധനം RBIയുടെ അണ്ടറിൽ വരുന്ന ലൈസൻസ്ഡ് ബാങ്ക് തന്നെയാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കസ്റ്റമർ കെയറൊക്കെ കുറച്ച് ഷോക്കാണ്, കുറച്ച് സ്ലോ സംഭവമൊക്കെ തന്നെയാണ് കേട്ടോ. അത് മിക്കപ്പോൾ എല്ലാം കണക്ക് IDFC വാവ് എടുത്തപ്പോഴും നമ്മൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. നമുക്ക് അത് ക്ലോസ് ചെയ്തിട്ട് ക്യാഷ് കയ്യിലിട്ടാൻ ഓൾമോസ്റ്റ് 30 ദിവസം പിടിച്ചു. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു എമർജൻസി ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് ഇതിട്ടിട്ട് പിന്നെ അത് ആവശ്യമുള്ളപ്പോൾ ഇത് ക്ലോസ് ചെയ്തെടുക്കാമെന്ന് അങ്ങനെ വിചാരിക്കരുത്. എന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം ടൈം എടുക്കും. ഈ സാധനം ക്ലോസ് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ മെച്യൂറായിട്ട് നിങ്ങൾക്ക് കയ്യിൽ ക്യാഷ് കിട്ടാനായിക്കോട്ടെ, അത്യാവശ്യം ചിലപ്പോൾ ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എമർജൻസി ഉള്ള ക്യാഷ് കൊണ്ട് ഇതിൽ ഇടാണ്ടിരിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നത് എൻ്റെ കയ്യിൽ 2000 രൂപ ഉണ്ടാകുന്നുള്ളൂ, ഞാനത് FD ഇട്ടു, ഇനിയിപ്പോൾ ഇത് എടുത്തിട്ട് എനിക്കിപ്പോൾ കിട്ടില്ല, ഇപ്പോൾ തന്നെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്ത് പറഞ്ഞത്. ഇതുപോലെ സ്ഥിരം മെയിൻ വരുന്ന എന്താ പറയുക കമൻസുകളുടെയൊക്കെ റിപ്ലൈ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെന്താ മെയിനായിട്ട് വരാറുള്ളതെന്ന് പറഞ്ഞാൽ FD കാർഡുകൾ കുറേ ഉണ്ട്. നമ്മുടെ നോവിയോ കാർഡ്, ഇതെല്ലാം മിക്ക FD കാർഡുകളും നമ്മുടെ SBM ബാങ്ക് ആയിട്ടാണ് ടൈപ്പ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ബെറ്റർ സാധനം അല്ലെങ്കിൽ കുറച്ച് ആപ്പ് ബെറ്റർ ആയിട്ട് തോന്നിയത് എനിക്ക് സെറ്റ് ആപ്പിൻ്റെയാണ്. പിന്നെ സെറ്റ് ആപ്പ് കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു എന്താ പറയുക വിശ്വസ്തയാണ് നമ്മൾ ഈ കാർഡിനെ പറയുന്നത്. ഇപ്പം SBM ബാങ്കിന് ഏത് കാർഡ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, നോവിയോ കാർഡ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, പിന്നെ IDFC ബോ എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ IDFC ബോ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ഒരു 50,000 രൂപയുടെ മുകളിലൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IDFC ബാങ്കിൻ്റെ കാർഡ് എടുക്കാമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഡയറക്റ്റ് ബ്രാഞ്ചിലേക്കൊക്കെ പോകണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് IDFC ബാങ്ക് പോകണം, ഇവിടേക്ക് ഉണ്ടല്ലോ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഓൺലൈൻ ഒരു സിവിൽ സ്കോർ ജനറേഷൻ അല്ലെങ്കിൽ സിവിൽ സ്കോർ ഇമ്പ്രൂവ്മെൻറ്റും മാത്രമായിട്ട് ഒരു കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ SBM ബാങ്കിൻ്റെ കാർഡ് എടുക്കായിരിക്കും നല്ലത് കേട്ടോ. പിന്നെന്താ
പിന്നെ അതിനെക്കുറിച്ച് സംശയങ്ങളുള്ളത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ട്. നമുക്ക് ഫിസിക്കൽ കാർഡ് ഉണ്ട്, അതിന് ഫിസിക്കൽ കാർഡ് ഉണ്ട്, റൂപേ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ലൈഫ് ടൈം ഫ്രീ ആണ്, എക്സ്ട്രാ ചാർജിങ് കാര്യമൊന്നുമില്ല. കാർഡ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന കാർഡ് ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് എടുക്കണമെങ്കിൽ ചിലപ്പോൾ അവർ കാർഡ് ചാർജ് ചോദിക്കട്ടെ, അത് നിങ്ങൾ നോക്കണം. പിന്നെ എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. പിന്നെ നോർമലി ഫസ്റ്റ് ടൈം റീപ്ലേസ്മെൻറ്റിന് അവർ ഫ്രീ ചാർജ് പിടിക്കാറില്ല, അതിന് ശേഷമാണ് പിടിക്കാറ്. ഡിപ്പെൻസ് അപ്പോൾ അത്. പിന്നെ ലൈഫ് ടൈം ഫ്രീ കാർഡ് ആകുമ്പോൾ പിന്നെ പറയാൻ പറ്റില്ല അത്. പിന്നെന്താ, പിന്നെ വേറെ ഇതിനെക്കുറിച്ചുള്ള കൊറീസും കാര്യങ്ങളൊന്നും ഇല്ല വിചാരിക്കുന്നതിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ പറ്റും, നമ്മൾ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ ഓഡിയോ മെസ്സേജ് കമൻറ്റ് റിപ്ലൈ വന്നോന്ന് അറിയില്ല. നമ്മുടെ പ്രൈമറിയും നമ്മുടെ ഗുഡ് ആപ്പൻസ് എന്ന ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമൻറ്റിന് നമുക്ക് റിപ്ലൈ ആയിട്ട് നമുക്ക് ഓഡിയോ മെസ്സേജ് അയക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ മെസ്സഞ്ചറിൽ അയക്കണ പോലെ. അത് നല്ല പരിപാടിയാണ്. അപ്പോൾ ഈ ചാനലിൽ വന്നോന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയിന്റ് അപ്പ് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻസ് ചാനൽസാണ്, നമ്മുടെ ടെക്നിക്കൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അടുത്ത ബൈ.